Supermarket, exceeding expectations. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ ബുധനാഴ്ച വൈകിട്ടോടെയാണ് UDSF പ്രവർത്തകർ കെട്ടിയ ബാനറിനെ ചൊല്ലി SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും തമ്മിൽ സംഘർഷവും വാക്കേറ്റവും ഉണ്ടായത്. കോളേജ് കോമ്പൌണ്ടിനുള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ബാനറുകൾ കെട്ടാൻ അനുവദിക്കില്ലെന്ന നിലപാടിന് വിരുദ്ധമായി UDSF പ്രവർത്തകർ PTM ഗവൺമെന്റ് കോളേജിന്റെ കവാടത്തിനു മുൻപിൽ ബാനർ കെട്ടിയെന്നാരോപിച്ചാണ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിലെത്തുകയും ചെയ്തത്. വിവരമറിഞ്ഞ പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. തുടർന്ന് പോലീസും വിദ്യാർത്ഥി സംഘടനകളും കോളേജ് അധികൃതരും നടത്തിയ ചർച്ചയിൽ വ്യാഴാഴ്ച ക്യാമ്പസിനുള്ളിലെ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രതിനിധികളുടെയും യോഗം വിളിച്ച് തീരുമാനമെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. അതേസമയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UDSF വിജയിച്ചതിൽ ക്യാമ്പസുകളിൽ അക്രമങ്ങൾ അഴിച്ചുവിടാനാണ് UDSF പ്രവർത്തകർ ശ്രമിക്കുന്നതെന്ന് SFI നേതാക്കൾ കുറ്റപ്പെടുത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് MSF KSU നേതൃത്വം ജയിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഹ്ലാദ പ്രകടനം എന്നോളം കോളേജിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത്, അത് PTM ഗവൺമെൻറ് കോളേജിൻ്റെ കോളേജ് പ്രോപ്പർട്ടി ആയിട്ടുള്ള കോളേജ് ഫ്രണ്ട് ഗേറ്റിൽ, ആദ്യ ഗേറ്റിന് മുൻപിൽ അവർ ഒരു ബാനർ വലിച്ചു കെട്ടുകയും അതോടൊപ്പം തന്നെ ബാനറുകൾ ഉൾപ്പെടെ തൂക്കുന്ന നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായി കഴിയില്ല എന്നുള്ളതും കോളേജിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് ഒരു കാരണവശാലും ഈ നിലയിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടികളുടെ കൊടിയോ തോരണമോ മറ്റൊന്നും കെട്ടിക്കൊണ്ട് വികലമാക്കുന്ന രൂപത്തിലേക്ക് പോകരുത് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോളേജിൻ്റെ കൗൺസിൽ അധ്യാപകരുടെയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട യൂണിയൻ്റെ ഒക്കെ തന്നെ പ്രതിനിധികൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. ആ നിലയിലേക്ക് അതിൽ നിന്നൊരു വിഭിന്നമായ നിലയിലേക്കൊരു സാഹചര്യം ഇവിടെ ക്യാമ്പസിനകത്ത് സംഭവിച്ചിരിക്കുകയാണ്. അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. കോളേജ് തീരുമാനിച്ച പ്രകാരം ആ നിലയിലേക്കുള്ള പ്രചരണങ്ങൾ മാത്രം, ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രം ആ പ്രചരണങ്ങൾ വരാൻ വേണ്ടിയിട്ട് മാത്രമേ പാടുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്, SFIയുടെ നിലപാട്. ആ നിലയിലേക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലൂടെ കൂടിച്ചേർന്ന് പോലീസ് അധികാരികളും ക്യാമ്പസ് അധികാരികളും കൂടിച്ചേർന്നുകൊണ്ട് ആ നിലയിലേക്കൊരു തീരുമാനം നാളെ ഓൾ പാർട്ടി മീറ്റിംഗ് ഉൾപ്പെടെ വിളിച്ച് അത് ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ച് രണ്ട് കൂട്ടരുടെയും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോളേജ് പ്രോപ്പർട്ടികളിലുള്ള രണ്ട് കൂട്ടരുടെയും ഈ പറഞ്ഞ കൊടി തോരണങ്ങളോ ബാനറുകളെല്ലാം നീക്കം ചെയ്യാമെന്നുള്ള തീരുമാനമാണ് ഇവിടെ എടുത്തു പിരിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സംഘടന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്യാമ്പസിനകത്ത് SFIയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം യൂണിയൻ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. ആ നിലയിലേക്ക് ആ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടം മുതലേ ക്യാമ്പസിലെ MSF നേതൃത്വം അല്ലെങ്കിൽ ക്യാമ്പസിലെ ഗ്യാങ്ങായി തിരിഞ്ഞുകൊണ്ടുള്ള MSFിൻ്റെ നേതൃത്വം ആ നിലയിലേക്ക്
SFI കടന്നാക്രമിക്കുന്ന നിലയാണുള്ളത്. അത് ഇന്നലെ ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയിച്ച ഘട്ടത്തിൽ അതിൻ്റെ പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുന്ന നിലയിലേക്ക് ആ വിജയം അവർ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അക്രമത്തിലേക്ക് കടക്കുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലയിലേക്കുള്ള പ്രകോപനപരമായ സമീപനം നമ്മുടെ ക്യാമ്പസിനകത്തും PTMനകത്തും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI എന്ന നിലയിലേക്ക് സൂചിപ്പിച്ചു വെക്കാനുള്ളത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതും എതിർക്കപ്പെടേണ്ടതും തീരുമാനിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രം കൊടിതോരണങ്ങൾ കെട്ടണമെന്നുള്ള കൗൺസിലിൽ തീരുമാന ലംഘനം കൂടിയാണ്. അത് ഗൗരവമായി എതിർക്കപ്പെടുകയും അത് മാറ്റി പുനർ തീരുമാനിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് SFIയുടെ ആവശ്യം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 8 വർഷത്തിന് ശേഷമുള്ള വിജയാഹ്ലാദത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിയ ഒരു ബാനർ അകാരണമായിട്ട് SFIയുടെ പുറത്തുനിന്നുള്ള നേതാക്കന്മാർ വന്ന് നമ്മുടെ ക്യാമ്പസിനകത്തെ കുട്ടികളോട് അഴിക്കാൻ ആവശ്യപ്പെടുകയും അത് ബലമായിട്ട് അഴിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്നിങ്ങനെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായത്. അപ്പോൾ നാളെ വളരെ പക്വതയോടുകൂടി തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓൾ പാർട്ടി മീറ്റിംഗ് നാളെ ക്യാമ്പസിനകത്ത് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോളേജിൻ്റെ പ്രിൻസിപ്പൽ അടക്കമുള്ള അധികാരികൾ ക്യാമ്പസിനകത്തെ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് കോളേജ് പ്രോപ്പർട്ടിയിൽ ഒരു പാർട്ടിയുടെയും കൊടിയോ തോരണമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് നാളെ കോളേജ് അധികാരികൾ എടുക്കുന്നുണ്ട് എങ്കിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, കോളേജിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ആദ്യം കോളേജ് പ്രോപ്പർട്ടികളിലെ കൊടിതോരണങ്ങൾ അഴിക്കുന്ന പ്രസ്ഥാനം MSF ആയിരിക്കും. കാരണം ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്. ഒരു കാരണവശാലും നിയമം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ ക്യാമ്പസിനകത്ത് അകാരണമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ MSF മുൻകൈ എടുക്കില്ല. തിരിച്ച് പ്രകോപനവുമായിട്ട് SFI വരരുത് എന്ന് അവരോട് അഭ്യർത്ഥിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. ക്യാമ്പസിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തണം. അതിന് MSF മുൻപന്തിയിലുണ്ടാകും. മറ്റു പ്രസ്ഥാനങ്ങളും ആ ഒരു പക്വത കൈവടിയാതെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 9746 722 922 9746 622 922.